തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രേയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം ശ്രദ്ധിക്കുന്ന പേർപ്പെട്ടവരുമേ, വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ സന്ധിക്കുവാൻ ദൈവാത്മാവ് തരുന്ന എല്ലാ നടത്തിപ്പിനും അനുവാദത്തിനും അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിൻ്റെ സന്നിധി കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമം വന്ന കേട്ടോ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അല്പസമയമൊക്കെ വേർതിരിച്ച് ദൈവവചനം കേൾക്കാനായിട്ട് സമയം കണ്ടെത്തുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് അനുഗ്രഹമാണ്. അല്ലാത്തവരൂടെ ഇതിലേക്ക് വരാനായിട്ട് ദൈവം സഹായിക്കട്ടെ. കേൾക്കുന്നവരെ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം. നാളുകളായി ഈ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിച്ച് അനേകായിരങ്ങൾക്ക് വിടുതലായിത്തീരാൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലുള്ള വേർഡ് ഇൻ പവർ എന്ന ഈ ശുശ്രൂഷ തുടർന്നും ദൈവം തൻ്റെ ആത്മാവിനാൽ ശക്തീകരിച്ച് അനേകരെ വിടുവിച്ച് സഹായിച്ചു തരുന്ന മഹത്വപ്പെടുത്തട്ടെ, നടത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ മുമ്പാകെ ആയിരിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മെ ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾക്ക് സമയഭേദം കൂടാതെ തിരുസന്നിധിയിൽ അടുത്ത് വരാൻ തരുന്ന എല്ലാ പദവിക്കും പ്രത്യാശയ്ക്കുമായി സ്തോത്രം. ഇടങ്ങളെ സഹായിക്കണം. വിശേഷിയായി ഈ മണിക്കൂറുകളിൽ നിന്റെ മാറ്റമില്ലാത്ത വചനവുമായി കർത്താവേ, നിന്റെ ജനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഈ വചനം ഐശ്വര്യമായി ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ ദൈവം തൻ്റെ ആത്മാവിനാലും തൻ്റെ ശക്തിയാലും അടിയനെ ബലപ്പെടുത്തിയ ദൈവിക അഭിഷേകത്തിൽ കാക്കണം കർത്താവ്. സ്വർഗീയ ജ്ഞാനത്തോടെ പരിശുദ്ധാത്മ നിറവിൽ മാറ്റപ്പെടാത്ത ദൈവത്തിൻ്റെ വചനം അതിശക്തിയോടെ വിളിച്ചു പറയാൻ കൃപ നമ്മുടെ ജീവിതങ്ങളെ വിടുവിക്കട്ടെ. തിരുനാമത്തിന് മഹത്വമാകട്ടെ. ഭാരത്തിൽ വേദനയിലെ കഷ്ടത്തിലായിരിക്കുന്നവർക്ക് അത് വിടുതലായി തീരാൻ ദൈവം വീണ്ടും സഹായിക്കണം. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അടയെ ഞാൻ ഓർപ്പിച്ചതുപോലെ വീണ്ടും ദൈവസന്നിധി നമുക്കൊന്നിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കുന്ന ദൈവപൂർവിക്കായി സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ഒരു മടങ്ങിവരവിനെ കുറിച്ചാണ്. പ്രവാചകൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രാർത്ഥിച്ചൊരു യഹോവേ, ഞങ്ങളെ മടങ്ങി വരേണ്ടത് ഞങ്ങളെ മടക്കി വരുത്തണമേ, പണ്ടത്തെ കാലം തരണമേ എന്ന് പ്രാർത്ഥിച്ചത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്നും അതേ തുടർന്ന് ഈ മടങ്ങി വരയുവാൻ ഒത്തിരി മേഖലയുണ്ട് നമുക്ക് കേട്ടോ. നമ്മൾ അന്യപ്പെട്ടു പോയി, അകന്നുപോയി. അതുകൊണ്ട് പല അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടൊരു അന്തരീക്ഷത്തിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. മടങ്ങി വരാനായിട്ടാണ് ദൈവസന്നിധി നമ്മൾ ആഗ്രഹിക്കുന്നതും എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ദൈവാനുഗ്രഹങ്ങളും ആത്മീയ സന്തോഷങ്ങളും. അപ്പം ആ സന്തോഷം നമുക്ക് ലഭിക്കണം, നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അതാണ് മടങ്ങി വരവിൻ്റെ ആവശ്യമെന്ന്. നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി, അല്ലെങ്കിൽ അന്യപ്പെട്ടു പോയി. അവിടെ ആയിരുന്ന പ്രശ്നം കേട്ടോ. അതുകൊണ്ട് ദർ ഈസ് എ റിട്ടേൺ, ഒരു കംബാക്ക്, ഒരു മടങ്ങി വരവ് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ന് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ. അപ്പോൾ പണ്ടത്തെ കാലം യോബിൻ്റെ ഭാഷയെ പറഞ്ഞാൽ അത് നല്ല ശുഭകാരമായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പിന്നെ അങ്ങോട്ട് കിടക്കുന്നില്ല. എന്നാൽ ഇനി എവിടെ നിന്നാണ് മടങ്ങി വരണ്ടേ? പല മേഖലയുള്ളതിൽ ഒരു കാര്യം ഇന്ന് പറയാനായിട്ട് താല്പര്യം. അത് ആധാരമായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിക്കാം. എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. സ്നേഹമില്ല, സ്നേഹം നഷ്ടപ്പെട്ടു പോയി, അത് വിട്ടുകളഞ്ഞു. അപ്പോൾ മടങ്ങി വരേണ്ട ഒരു ആവശ്യമാണ്. സ്നേഹത്തിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം കേട്ടോ. വളരെ അത്യന്താവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. സ്നേഹമില്ലേ പിന്നെ ഏതുമില്ല. സ്നേഹമുണ്ടേ എല്ലാം ഉണ്ടെന്ന് അല്ലേ? അപ്പം സ്നേഹമില്ലേ പിന്നെ അങ്ങനെ എല്ലാ മേഖലയും ഒന്ന് പരിശോധിച്ച് ജീവിതം തന്നെ സ്നേഹത്തിലായിരിക്കണം. വ്യക്തി ജീവിതവും കുടുംബജീവിതവും സഭാജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ സ്നേഹമില്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടവരായിട്ടല്ല, മടങ്ങി വരാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന് ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി നല്ല ക്വാളിറ്റീസ്, യോഗ്യതയൊക്കെ ഈ സഭയെക്കുറിച്ച്, എഫെസോസ് സഭയെക്കുറിച്ചാണ് അന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ഇത് പറഞ്ഞത് കേട്ടോ. ഒത്തിരി ക്വാളിറ്റീസ് ഇവർക്ക് പറയാനുണ്ട്.
എന്താ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവരെക്കുറിച്ച് പറയുന്നത് ഇവരെ സഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരാണ്, ഒത്തിരി പ്രവർത്തിച്ചവരാണ്, പ്രയത്നിച്ചവരാണ് എന്നൊക്കെ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല ഇവർ സഹിഷ്ണുതയുള്ളവരാണ്. ദേ ഹാഡ് ആൻ എൻഡ്യൂറൻസ്. ഇങ്ങനെ പല ക്വാളിറ്റീസ് ഇവരെക്കുറിച്ചൊക്കെ പറയാൻ. എല്ലാം ഉണ്ടെങ്കിലും ഒടുവിൽ പറഞ്ഞെങ്കിലും എന്ന് വെച്ചാൽ തീർന്നില്ലേ, നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകള. ഒരു സഭയോടാ പറഞ്ഞു കേട്ടോ. എന്താ അതിൻ്റെ കാരണം? ഇവരുടെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ഉത്സാഹവും ഒന്നും ദൈവസ്നേഹത്തിനുളവായതല്ല. ഇതാ പ്രശ്നം. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം കേട്ടോ. Their qualities were not motivated by the love of Christ. ഒന്ന് ദൈവസ്നേഹത്താൽ പ്രേരിതമായിരുന്നില്ല. അവിടാണ് വിഷയം. ഇന്നും അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് കേട്ടോ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം വളരെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ ദൈവവേല അല്ലെ ദൈവത്തിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴും മുന്നിൽ കയറി ചെയ്യാൻ ശ്രമിക്കുമ്പോഴും എന്തോ അതിൻ്റെ മോട്ടീവ് എന്നാ, അതിൻ്റെ ഉദ്ദേശശുദ്ധി, താല്പര്യം എന്നാ? ശാന്തമായി പരിശോധിക്കാം. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു? ദൈവനാമത്വത്തിന് വേണ്ടിയാണോ, അതോ നമ്മുടെ ഒരു പേരിനും പെരുമയ്ക്കും വേണ്ടിയാണോ എന്ന് ശാന്തമായി പരിശോധിക്കും. ഇതെല്ലാം വാച്ച് ചെയ്യുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അന്തർഭാഗത്തിലെ സത്യം അറിയുന്ന ദൈവമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ ദുഃഖമെന്ന് പറയട്ടെ, ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പേരിൽ അവധൂതന്മാരായി സമൂഹത്തിൽ അവതരിച്ച് സമൂഹത്തിൽ കള്ളനാണയം മാറുന്ന അനേകർ. പക്ഷെ ഒത്തിരി നാൾ ഓടത്തില്ല. കള്ളനോട്ട് ഇറങ്ങിയാൽ ഉടനെ പിടിക്കത്തില്ല കേട്ടോ. നല്ല നോട്ടിൻ്റെ കൂടെ കുറച്ചുനാൾ ഓടും, പക്ഷെ പിടിക്കും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ദൈവകാര്യങ്ങൾ ചെയ്യുന്നവരും ദൈവവേലയോട് ബന്ധപ്പെട്ടവരും അനേക ഭക്തന്മാർ നല്ല രീതിയിൽ ആത്മാർത്ഥയോടെ പ്രവർത്തിച്ചവർ നമ്മുടെ പിന്നിലുണ്ട്, ഇന്നുമുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തെ ഒന്ന് ചിന്തിക്കാൻ പലർക്കും ചോദ്യചിഹ്നമായി പലയിടത്തും പലതുമുണ്ട്. വിനയപ്പെടാം. ആർക്കും അന്യോന്യം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് ഞാൻ ശ്രമിക്കുന്നുമില്ല. ഐ ആം നോബഡി. എന്നാൽ ദൈവസന്നിധിയിൽ ദൈവം നോക്കുമ്പോൾ പ്രസാദിക്കുന്ന അന്തരീക്ഷമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 1 Thessalonians 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചില കാര്യങ്ങൾ ആ സഭയെക്കുറിച്ച് പറഞ്ഞു. അവിടെ ഇങ്ങനെ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കും. ശ്രദ്ധിച്ചോ? ഒരു സഭയുടെ ക്വാളിറ്റീസ്, അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാനുണ്ട്. എന്താ സ്തോത്രം ചെയ്യാൻ കാരണം? അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവസ്നേഹത്തിൽ നിന്നുള്ളതായതാ. മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ആ സ്നേഹം അത് നമ്മൾ ഉണ്ടായിരിക്കണം. ദൈവസ്നേഹത്തിൽ നിന്നുള്ളതായിരിക്കാൻ ഇടയെന്ന് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്ന സ്നേഹം കുറയല്ല, കൂടി വരണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എന്താ പറഞ്ഞതെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. 2 Corinthians 5:14. The love of Christ constraineth me. എന്തിനാ? യഥാർത്ഥമായി ദൈവാത്മാവിനാൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധി വിനയപ്പെട്ട ദൈവകൃപയിലായ ഒരു ദൈവപൈതൻ്റെ ഉള്ളത്തിൽ ദൈവാത്മാവുണ്ട്. ആ ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നത് എപ്പോഴും മറ്റൊന്നുമല്ല. there is no other interest. വേറെ ഒന്നും ഇൻട്രസ്റ്റും ഇല്ല. ചേർത്തവനെ പ്രസാദിപ്പിക്കണം. പൗലോസ് നിർബന്ധിക്കുന്നു. എന്തിനാ? ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു. നിർബന്ധിക്കുന്ന ദൈവസ്നേഹം. ഹല്ലേലൂയ. ആ സ്നേഹം വർദ്ധിച്ചു വരേണ്ടതാണ് കേട്ടോ. അതോടുകൂടി തന്നെ പൗലോസ് അതുകൊണ്ട് ഫിലിപ്പിയർ 1:9 മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ അവിടെ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. ഞാനത് വായിക്കാം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പൗലോസിൻ്റെ പ്രാർത്ഥന ഉണ്ടോ? നിങ്ങൾ മേൽക്കുമേൽ
വളരണം, പരിജ്ഞാനത്തിൽ വളരണം, ദൈവ സ്നേഹത്തിൽ വളരണം. ഇപ്പോൾ സ്നേഹത്തിൽ വളരേണ്ടതാണ്. വളരുക എന്ന് പറയുന്നത് വിശദീകരിക്കേണ്ടത്. കുഞ്ഞ് ജനിച്ച് അതുപോലെ ഇരുന്നാൽ വല്ല ഗുണമുണ്ടോ? വളരണം. ഓരോ ടൈം കഴിയും, 1 മാസം, 2 മാസം, 1 വർഷം, 2 വർഷം, 10 വർഷം ഒക്കെ പോകുമ്പോൾ വണ്ടർഫുള്ളായിട്ടുള്ള ദൈവസ്നേഹം നമ്മിൽ നിന്ന് പുറപ്പെടണം. പ്രിയരെ, ഇത് പരിശോധിക്കണേ. അവരവർക്കറിയാമല്ലോ ഒരുവന് ദൈവകൃപ ഉണ്ടോ എന്നുള്ളത് അവനറിയാം. താൻ പാടുമ്പം, പ്രാർത്ഥിക്കുമ്പം, പ്രസംഗിക്കുമ്പോൾ ഒക്കെ വല്ല ഗുണമുണ്ടോ എന്നുള്ളത് അവരവർക്ക്. അത് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ദൈവസന്നിധി പ്രാർത്ഥിക്കണം, യഥാസ്ഥാനപ്പെടുത്താൻ. എന്ന് പറഞ്ഞ പോലെ സ്നേഹം ഉണ്ടോയെന്നും അറിയാം. ഒരു വാക്ക് ഒരുതം പറഞ്ഞാൽ അവന് ക്ഷമിക്കാൻ കഴിയുന്നില്ല, ഒരു സ്നേഹവുമില്ല. ഇതൊക്കെ പരിശോധിക്കേണ്ട പല മണ്ഡലം കൊണ്ട് അങ്ങോട്ട് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ വിഷയം എന്താണെന്നറിയാമോ? സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. ആദ്യ സ്നേഹം കുറഞ്ഞു പോയി. അത് മടങ്ങി വന്ന് ദൈവകൃപയിൽ യഥാസ്ഥാനപ്പെടാൻ വർദ്ധിക്കേണ്ട സ്നേഹം. ദൈവസ്നേഹം നമ്മിൽ വർദ്ധിക്കുമ്പോൾ അത് നല്ല വിശാലതയിലേക്ക് നമ്മെ നടത്തും, കുറയരുത്. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെ വായിക്കുമ്പോൾ തിബരിയോസ് കടക്കരയിൽ വെച്ച് കർത്താവ് പത്രോസിനോട് സംസാരിക്കുന്ന, രാത്രി മീൻ പിടിക്കാൻ പോയ കാര്യമൊക്കെ അറിയാമല്ലോ. എന്നിട്ട് അപ്പം മീനും എല്ലാവർക്കും കൊടുത്ത് വന്ന് പ്രാതൽ കഴിച്ചോളാൻ പറഞ്ഞ് എന്നോട് ഇരുന്നോണ്ട് ഒരു സംസാരമുണ്ട്. എന്തുവാ ചോദിക്കുന്നറിയാ? ശിമോനാണ് ചോദിച്ചത്. ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു സൈമൺ. 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം ചോദിച്ചു. എന്നെടുത്ത് വായിക്കണേ, യോഹന്നാൻ 21 അവസാനം. കർത്താവേ, എനിക്കിതിനോട് പ്രിയമുണ്ട് എന്നൊക്കെ. 3-ാമൻ ചോദിച്ചാൽ, നീ സകലതും അറിയുന്നില്ല കർത്താവേ, ലോഡ് യു നോ എവരിതിങ്. എന്താ കാരണം? കർത്താവ് വിളിച്ചിറക്കിയ പത്രോസ് യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ വിട്ടേച്ച് പോയി പടകും വലയും എടുത്തു. ആ സ്നേഹം അവൻ്റെ ഉള്ളങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ, കുറയാതിരുന്നെങ്കിൽ പോമോ? അത് യഥാസ്ഥാനപ്പെടുത്തിയ കർത്താവ് കേട്ടോ. പിന്തിരിഞ്ഞു പോകുന്നവനെ തള്ളിക്കളയുന്നവനല്ല. ഒരു പത്രോസ് പോയെങ്കിൽ വേറൊരു ചാക്കോയെ വിളിച്ച് അഭിഷേകം ചെയ്യാമെന്ന് വിചാരിച്ചില്ല കർത്താവ്. തെറ്റു വന്നവരെ നിരാശപ്പെടരുതേ. നിന്നെ തേടി വരുന്നൊരു കർത്താവുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ ചിലരോട് ദൈവം സംസാരിക്കും. മടങ്ങി വന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ചില മടങ്ങിയവരവന് ഈ വചനം കാരണമാകട്ടെ എന്ന് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹം, ആദ്യ സ്നേഹത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. എന്താ? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-2 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എന്താ എഴുതിയിരിക്കുന്നറിയാം? അവിടെ എഴുതിയിരിക്കുന്നത്, നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തി, വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. എന്താ യൗവനത്തിലെ ഭക്തിയെക്കുറിച്ച് അവിടെ പറയുന്നത്? വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹം എന്തുവാ? വിവാഹം കഴിഞ്ഞവർക്കൊക്കെ അറിയാമല്ലേ? ഓഫ്കോഴ്സ് നമ്മൾ പക്വത പ്രാപിക്കുമ്പോൾ അല്ലേ, വിവാഹ ജീവിതം കൂടുതൽ പക്വത പ്രാപിക്കുമ്പോൾ സ്നേഹം കൂടുതൽ ദൃഢമാകുമെന്നുള്ളത് വലിയൊരു സത്യമാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ വിവാഹ ജീവിതത്തിലെ ഹണിമൂൺ ഡേയ്സ് അത് വിസ്മരിക്കാനൊക്കത്തില്ല. ദ ഫീലിങ്സ്, ദ വണ്ടേഴ്സ്, ദ എക്സ്പീരിയൻസസ് ദാറ്റ് ഹി ഹാഡ് ഓർ ഷീ ഹാഡ്. ആ കപ്പിളിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആ വിവാഹ നാളുകളിലെ ആ സ്നേഹവും അന്നത്തെ അനുഭവമൊക്കെ എന്നും ഓർക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇറ്റ് വിൽ നെവർ ലൂസ് ദ എക്സൈറ്റ്മെന്റ് ആൻഡ് ദ വണ്ടേഴ്സ് ഓഫ് ദ ഹണിമൂൺ ഡേയ്സ്. അങ്ങനെ ഒരു സ്നേഹത്തിലായിരിക്കണം ദൈവവുമായിട്ടെന്നും കർത്താവുമായിട്ടും, അല്ലേ? ഇറ്റ് ഈസ് എന്താന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ ഡിവോഷൻ ഓഫ് ക്രൈസ്റ്റ് that so often characterizes the believer. അതായത് കർത്താവുമായിട്ടുള്ള ആ ധ്യാന ജീവിതം, അതാണ് ഒരു വിശ്വാസി എപ്പോഴും ദൃഢീകരിച്ച് നിൽക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആകയാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, ആ ഹണിമൂൺ ഡേയ്സ്, യൗവനത്തിലെ വിവാഹ നിശ്ചയം ചെയ്ത കാലത്തിലെ ആ സ്നേഹം ഞങ്ങൾക്കൊന്ന് മടക്കി തരണേ. ആത്മീയ ജീവിതത്തിൽ ഇതാ സത്യം. നമ്മൾ രക്ഷിക്കപ്പെട്ട നാളിൽ ദൈവകൃപയിലേക്ക് വന്ന നാളിലെ ഒരു സന്തോഷം എന്ന് ഓർത്തേ, വണ്ടർഫുൾ ആയിരുന്നു അല്ലേ? പക്ഷെ ഇന്നുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ അർത്ഥം കുറഞ്ഞു.
അവിടെയാണ് നമ്മൾ തിരുത്തൽ വരുത്തേണ്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവനാമത്തപ്പെട്ട ദൈവത്തിന് സ്തോത്രം. നമ്മൾ സ്നേഹം കുറഞ്ഞു പോയെങ്കിൽ അത് പരിശോധിക്കണം. ഞാൻ മുമ്പേ ഓർമ്മിച്ചതുപോലെ ശ്രദ്ധിക്കണം. എഫേസ്യ ലേഖനത്തിൽ 20 പ്രാവശ്യം സ്നേഹം സ്നേഹം എന്നുള്ള വാക്കുണ്ട് എഫേസ്യ ലേഖനത്തിൽ. അതുപോലെ തന്നെ പൗലോസ് ഉയർത്തിക്കാട്ടുന്ന വേറൊരു വാക്കാണ് യു ആർ സീറ്റഡ് ഇൻ ഹൈലി പ്ലേസസ്. സ്വർഗസ്ഥലങ്ങളിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. എന്താ ഇത് ഞാൻ ഓർപ്പിക്കാൻ കാര്യം എന്നറിയാം. ഈ സ്വർഗസ്ഥലങ്ങളിൽ ഇരുന്ന ഒരു സഭയോട് പറഞ്ഞ ആ സഭയോടാ ഇപ്പം പറഞ്ഞത് എന്തുവാ, നിങ്ങൾ വീണു പോയത്. കെയർഫുൾ ആകണ്ടേ, ശ്രദ്ധിക്കണ്ടേ. അപ്പം അവർ ഫോർമർ എക്സ്പീരിയൻസ് ഡസൻ ഗ്യാരണ്ടി അവർ ഫോർവേഡ് ട്രാവൽ. മനസ്സിലായോ? പണ്ട് ഞാൻ ഈ ആത്മീയ അനുഭവത്തിലായിരുന്നുള്ളത് മുന്നോട്ട് പോകാൻ ഒരു ഗ്യാരണ്ടി വന്ന് തരുന്നില്ല കേട്ടോ. ഇന്നെങ്ങനെയാ അന്നന്നത്തേക്കുള്ളത് ശരിയാക്കിക്കോണം. അതുകൊണ്ടാണ് കർത്താവും പറഞ്ഞു അന്നന്നത്തേക്കുള്ളത് പറക്കിക്കോളാൻ ഇസ്രായേൽ ജാതിയോട് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും ഞാൻ ഒരു ഭക്തൻ, ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു ഞാൻ വീടോടടുത്തിടുമേ. ഹല്ലേലൂയ. That every day is important. Every moment is important. ഒരു നിമിഷം പോലും സ്ലാഗ് ചെയ്യാനിടയാകല്ലേ പ്രിയപ്പെട്ടവരെ. സ്നേഹത്തോട് അർപ്പിക്കട്ടെ. ദൈവത്തോട് പറ്റിയിരിക്കണം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ നിലവാരത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ ആ വ്യക്തികളോടാണ് പറഞ്ഞത് വീണുപോയി. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇറ്റ് ഈസ് ഓൺലി വെൻ വി ലവ് ക്രൈസ്റ്റ് ഫെർവൻലി then only we can serve the Lord faithfully. നീ കിട്ടിയോ? ദൈവത്തെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാനൊക്കത്തുള്ളൂ. ഇല്ലേ എല്ലാം പടമാണ്. ഇടയാകരുത് എന്ന് സ്നേഹത്തോടെ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. അവർ ലവ് ഫോർ ഹിം മസ്റ്റ് ബി പ്യുവർ. ദൈവത്തോടുള്ള സ്നേഹവും പരിശുദ്ധമായിരിക്കണം. അതും പരിശുദ്ധാത്മാവ് എഫേസ്യ ലേഖനം 6:24 പറഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു ആലോചന തരിക. എന്ത് ചെയ്യണം? ഇതിന് രക്ഷപ്പെടാൻ 3 കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമുക്ക് എന്താ നഷ്ടപ്പെട്ടതെന്നോ നമ്മളൊന്ന് ഓർക്കണം, മനസ്സിലാക്കണം. വി മസ്റ്റ് റിമെമ്പർ ദാറ്റ് വാട്ട് വി ഹാവ് ലോസ്റ്റ്. റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഓർത്താൽ പോരാ, നിരന്തരമായി ഓർക്കേണ്ട ഒരു വിഷയം. നഷ്ടപ്പെട്ടോ? സ്നേഹം, കരുതൽ, കൂട്ടായ്മ, ദൈവവചനം നഷ്ടപ്പെട്ടോ? മടങ്ങി വാ. തീർന്നോ? ഇല്ല. എന്നിട്ട് നമ്മൾ മടങ്ങി വരണം. എങ്ങോട്ട് വരണം? യു ഹാവ് ടു കം ബാക്ക്, ചേഞ്ച് അവർ മൈൻഡ്സ്. എന്നിട്ട് നമ്മുടെ പാവങ്ങൾ ഏറ്റു പറയണം. 1 യോഹന്നാൻ 1:9 പറഞ്ഞു, പാവങ്ങൾ ഏറ്റു പറഞ്ഞാൽ എന്നാ ഗുണം? നാം നമ്മുടെ പാവങ്ങളെ ഏറ്റു പറയുന്നത് അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. ഏറ്റു പറയുമ്പോൾ അവിടെ ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. കുറച്ച് പറ്റി ചെയ്തവനാണെന്നല്ലോ എന്ന് വിചാരിച്ച് വെള്ളയ്ക്ക് പിടിച്ച് വെട്ടിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. ദൈവം സ്വീകരിക്കും. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. അതിനിടയാകട്ടെ. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. അത് മാത്രമല്ല, വി മസ്റ്റ് റിപ്പീറ്റ് അവർ ഫസ്റ്റ് വർക്ക്. നമ്മുടെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. അതെന്തുവാ? എന്തുവായിരുന്നു ആദ്യത്തെ പ്രവൃത്തി? നമുക്ക് ദൈവമായിട്ടുണ്ടായിരുന്ന നല്ല കൂട്ടായ്മ, വിച്ച് വാസ് ബ്രോക്കൺ ബൈ സിൻ ഓർ വാട്ട് എവർ വി കോൾ. എന്തുവാ? അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ഉണ്ടോ? നഷ്ടപ്പെട്ടു പോയ ആ കൂട്ടായ്മ. യു ഹാവ് ടു എന്താ പറഞ്ഞെന്നറിയാമോ? റിപ്പീറ്റ് ദ ഫസ്റ്റ് വർക്ക്. കൂട്ടായ്മ, സ്നേഹബന്ധം, ദൈവമായിട്ടുള്ള നല്ല ബന്ധം, ആ റിലേഷൻ ഒന്ന് യഥാസ്ഥാനപ്പെടുത്താൻ ഇടയാകണം. പാപം മൂലവും ഉപേക്ഷ മൂലവും ഗൗരവമില്ലാതെ ജീവിച്ച മൂലമൊക്കെ നഷ്ടപ്പെട്ടു പോയ വന്നുകൂടിയ അനർത്ഥങ്ങൾ അല്ലെങ്കിൽ തെറ്റുകളൊക്കെ ഒന്ന് മറന്ന് അതുകൊണ്ട് മടങ്ങി വരാനിടിയുമോ? ദൈവവചനമാണ് ഇതിനെല്ലാം കാരണം. ദൈവവചനമാണ് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തേണ്ടത്. പക്ഷെ ദൈവവചനം എവിടെ വായിക്കുന്നു? വായിക്കാൻ കഴിയുന്നോ? സമയമുണ്ടോ? മറ്റു പലതും അതിൻ്റെ സമയങ്ങൾ കവർന്നെടുത്തിരിക്കുക. അതാണ് പ്രശ്നം. അവരവർക്കറിയാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്താണ്? ഒത്തിരി അനുഭവങ്ങൾ
അനുഭവിച്ച, അല്ലെങ്കിൽ പദ്ധതികൾ അനുഭവിച്ച ഒരു സഭയാണെങ്കിലും അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെടുന്ന ഒരു അപകടം ഇവിടെ കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് മുമ്പ് പറഞ്ഞത്, മറ്റ് പഴയതൊന്നും ഗ്യാരണ്ടി അല്ല. ബോക്സ് സർക്കംസ്റ്റൻസ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, സൂക്ഷ്മതയോടെ ഓരോ ദിവസവും നടക്കണം. ജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം പറയാം, ദൈവസ്നേഹം നഷ്ടപ്പെട്ട സഭയുടെ വെളിച്ചം നഷ്ടമാകും. ഉപദേശപരമായി എത്ര ഉന്നതമാണെന്ന് നാം അഭിമാനിച്ചാലും മുന്നോട്ട് പോകത്തില്ല. സ്നേഹത്തോടെ പറയട്ടെ, അത് സഭാജീവിതവും വ്യക്തിജീവിതവും കുടുംബജീവിതവും ഒക്കെ ദൈവപ്രമാണങ്ങളെ ഗവനിക്കുന്നില്ലെങ്കിൽ, അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നില്ലെങ്കിൽ തകർന്നു പോകും. അതുകൊണ്ട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്കിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ മടങ്ങി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മടങ്ങി വരുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. ഈ സഭയുടെ കാര്യത്തിൽ പറയാം, അല്ലെ ഓരോരുത്തരുടെ വ്യക്തിജീവിതത്തിലുള്ള വിഷയം. ഇന്ന് ചെയ്യുന്നതിന് അങ്ങ് എന്നിട്ടേ കിട്ടത്തുള്ളൂ. നോ, ഇവിടെ തന്നെ അനുഭവിക്കും. ഇവിടെ രേഖപ്പെടുത്തിയിട്ട് ഞാൻ വിളക്ക് നീക്കിക്കളയുമെന്ന് കേട്ടോ. ഒത്തിരി പറയാനുള്ള കാര്യം അവിടെ കിടക്കുന്നില്ല. അവരോട് ചിന്തിച്ചോ, വെളിച്ചം പോയാൽ തീർന്നില്ലേ? എന്ത് പറ്റുമെന്നറിയാമോ? എഫെസോസ് ചർച്ച് വാസ് എ കെയർലെസ് ചർച്ച്. ഒരു ഗൗരവമില്ലാതെ കെയർലെസ്സായിട്ട് ജാഗ്രതയില്ലാതെ ജീവിച്ചൊരു ചർച്ച. അവിടാണ് ഈ തകരാറ് പറ്റിയത് കേട്ടോ. ഇന്ന് മാത്രമല്ല, മെയ്ഡപ്പ് ഓഫ് കെയർലെസ് ബിലീവേഴ്സ്. ഉത്തരവാദിത്വമില്ലാത്ത, ഗൗരവമില്ലാത്ത വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ ചർച്ച്, സഭ. അവരെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞു. അവിടെയാണ് വീഴ്ചയ്ക്ക് സംഭവിച്ചത്, വീഴ്ച പറ്റിയത് എന്ന് നമ്മൾ പരിശോധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ദൈവസ്നേഹമില്ലാത്ത ഒരു വ്യക്തിയാണോ നീ? ഒരു സഭയാണോ? നാമധേയ ക്രിസ്ത്യാനിയാണോ? യു ഹാവ് നോ റൈറ്റ്, നോ റിലേഷൻ ടു ദ ലോർഡ് വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ. ഞാൻ പറയട്ടെ, ഭയവും പരിഗണനയും ഇല്ലാതെ ദൈവത്തിൻ്റെ വചനം പറയുക. അതുകൊണ്ട് നഷ്ടപ്പെട്ട് പോകാനല്ല പറയുന്നത്, കം ബാക്ക്. ഒന്ന് പരിശോധിച്ചേ. വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സഭയിലുമൊക്കെ ഓരോരോ മണ്ഡലങ്ങളിൽ ദൈവമേ, സ്നേഹം നഷ്ടപ്പെട്ടു പോയല്ലോ. അവരോരും ചിന്തിച്ചേ. ഒന്ന് മാത്രം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ അതേ വാക്ക്, വിവാഹം നിശ്ചയിച്ച കാലം എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയ ജീവിതത്തിൽ കടന്നു വന്ന കാലം ഓർത്താൽ മതി. ആ ഒരു സ്നേഹവും താല്പര്യവും ഉത്സാഹവും ഒക്കെ ഉണ്ടോ? ദൈവമേ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. മടങ്ങി വന്നാൽ നമുക്ക് സമൃദ്ധിയായ ജീവനാ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് കേട്ടോ. കൈവിടത്തില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, തെറ്റ് ചെയ്യാത്തവനെ അല്ല ദൈവം ഇങ്ങെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. തെറ്റ് ചെയ്താൽ ഏറ്റുപറയാൻ, ഉപേക്ഷിക്കാൻ മനസ്സുണ്ടോ? നമുക്ക് ഒത്തിരി ചരിത്രം അറിയാം. ദാവീദിൻ്റെയൊക്കെ ചരിത്രമല്ലേ. ചിലപ്പം നമ്മൾ ചിന്തിക്കും, ഇവിടെ ദാവീദ് ചെയ്ത കുറ്റമാണോ വലുത്, ശൗലി ചെയ്ത കുറ്റമാണോ? നമ്മളെ വിധിക്കാൻ തന്നിരുന്ന നമ്മൾ ആരെ വിധിച്ചേനെ? ദാവീദിനെ ശിക്ഷിച്ചേനെ, ശൗലിനെ വെറുതെ വിട്ടേനെ. പക്ഷെ ദൈവം അങ്ങനല്ല. എന്താ അത് പറ്റിയെന്നറിയാമോ? ദാവീദ് ദൈവസന്നിധി അനുഭവിച്ചു. പശ്ചാത്താപ ബോധത്തിൻ്റെ അശ്രുതാരയിൽ അവൻ്റെ പാപങ്ങൾ കഴുകപ്പെട്ടപ്പോൾ ദൈവസന്നിധിയിൽ നീതിമാനായി ദൈവനെ അംഗീകരിച്ചു. ആൻഡ് ദിസ് ഈസ് ദ മിസ്റ്ററി. ഇതാണ് ഇതിൻ്റെ മർമ്മം. ഈ മണിക്കൂറുകൾ ദൈവദിനം കേൾക്കുന്നവരെ ശാന്തമായി ആ സ്നേഹത്തിലേക്കൊന്നും മടങ്ങി വരാം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ? ദൈവമേ, നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണേ. ബിലീവ്, വിശ്വസിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. ദൈവദിനം പറയുന്നവനെ, ഞാൻ കർത്താവിൻ്റെ സ്നേഹത്താൽ എൻ്റെ ഉള്ളം നിറയ്ക്കണേ. എന്തിനാ? എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമില്ലെങ്കിൽ വേറൊരുത്തനെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വരുമ്പം എനിക്ക് ഒരു ഭാരവും ഉണ്ടാകത്തില്ല. അറിയാമോ? But when I am filled with the love of Christ, മൈലുകൾക്കപ്പുറത്തുനിന്ന് ഓരോരുത്തർ ടെലിഫോണിൽ വിളിക്കുമ്പോൾ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിലും അവരുടെ വിഷയങ്ങൾ പങ്കിടുമ്പോൾ ദൈവസന്നിധി ഹൃദയം നുറുക്കത്തോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്വർഗമെന്നെ അറിയുന്നു, ദൈവം അത്ഭുതകരമായി നടത്തുന്നു. പിന്നെയും എൻ്റെ ആഗ്രഹം അതേ ഉള്ളൂ, അനേകർ വിടുതൽ പ്രാപിക്കണം, തിരുനാമം മഹത്വപ്പെടുന്ന ഒരു ശുശ്രൂഷ ആയുസ്സിന നാളുകളിൽ വെളിപ്പെടണം. നന്ദി കർത്താവേ. എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആ സ്നേഹം എന്ന് പറഞ്ഞ്, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാന്ന് ഭക്തൻ പാടി. നമ്മുടെ സ്നേഹത്തിനുണ്ട്.
പാട്ടൊക്കെ പാടാൻ എൻ്റെ മനസ്സിൽ പ്രേരണ വരുന്നുണ്ട്, സമയമില്ല. നിങ്ങൾ വീട്ടിൽ പാടണം. നമ്മുടെ ഭക്തന്മാർ, അപ്പച്ചന്മാരൊക്കെ പാടി, അമ്മച്ചിമാർ പാടിയതാ അല്ലേ? എന്തുവാ? ദൈവമേ നിൻ മഹാസ്നേഹം അതിൻ വിധം ആർക്ക് വർണ്ണിച്ചറിയാം, വർണ്ണിച്ചിടാൻ എനിക്ക് എൻ്റെ നാവ് പോരായി. ആ സ്നേഹം നമ്മുടെ ഉള്ളങ്ങളിൽ വളരട്ടെ, ജയിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്താൽ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി ആത്മാവിൻ്റെ പുതുബലത്തോട് ആയുസ്സിന നാളുകൾ ധന്യമായി തീരാൻ ദൈവങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കാൻ എത്ര പേരുണ്ട്? പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ഗോഡ് ക്യാൻ യൂസ് യു. ദൈവത്തിന് പ്രയോജനപ്പെടുത്താം, നിന്നെ അനുഗ്രഹിക്കാം, നിന്റെ കുടുംബത്തെ എനിക്ക്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി തരും. റെസ്റ്റോ ഒന്ന് മടങ്ങി വരുമോ ആദ്യ സ്നേഹത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക്, ദൈവാനുഗ്രഹത്തിലേക്ക് മടങ്ങി വരാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? കണ്ണുകളടയ്ക്കാം, തലകളമടക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ നിങ്ങൾക്ക് വീണ്ടും സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ മണിക്കൂറുകളിൽ തരുന്ന എല്ലാ നല്ല ആലോചനകൾക്കായി, വചനങ്ങൾക്കായി സ്തോത്രം. നിന്റെ വചനത്തിൻ്റെ ശക്തി ജീവിതങ്ങളെ വിടുവിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ സഭയെക്കുറിച്ച് ഞങ്ങൾ കേട്ടു കർത്താവേ. വളരെ ആത്മീയമായ ഉന്നതങ്ങളിലായിരുന്നെങ്കിലും ദൈവസ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ തകർന്നു പോയി. ഇന്ന് എഫെസോസ് ഒരു തകർന്ന പട്ടണമാണ്, കൽക്കൂമ്പാരങ്ങളായി തീർന്ന ഒരു പട്ടണമാണ്. അവിടെ ഒന്നുമില്ല, ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ ശക്തി. അങ്ങനെയാണെങ്കിൽ ഏത് മനുഷ്യനും ഭയത്തോടെ ശ്രദ്ധിക്കേണ്ട വചനമാണല്ലോ കർത്താവേ. ഉന്നതികളിൽ സ്വർഗസ്ഥലങ്ങളിൽ ഇരുന്നൊരു സഭ താണ് വീണുപോയി എന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും അത് ബുദ്ധി ഉപദേശത്തിന് കാരണമായിരിക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യഥാസ്ഥാനപ്പെട്ടുകൊണ്ട് നിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരായി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ എല്ലാം നിന്റെ മക്കളെയും സഹായിക്കണമേ. നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടതുകൊണ്ട് കഷ്ടങ്ങളിലായ കുടുംബങ്ങളെ ഒക്കെ കർത്താവ് മടക്കി വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നെ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ തരുന്നൊരു ദൈവം ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. അത് കേട്ടനുസരിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ലോകത്തിന് വിവിധ രാജ്യങ്ങളിലും ദൈവവചനം കേട്ട എല്ലാ വ്യക്തികളുടെ മേലും ആമേൻ കൃപയുടെ കരം നീട്ടണമേ. തിരുനാമം മഹത്വപ്പെടണമേ. എല്ലാം അങ്ങ് മഹത്വത്തിനാകണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.